100 രൂപ അഡ്വാൻസ്. ചളേ കൊടു. കാശ് കൊടു. കൊടുത്തിട്ട് വേഗം വാ. 1127 കൊള്ളാം, നല്ല നമ്പറാണ്. അറിയാമോ ഞാൻ ചോദിക്കുക, നിന്റെ ഇരിക്കുന്നത് പുളുങ്കുരു വേണോ? എന്റെ കയ്യിൽ മാത്രമല്ല. അമ്മേ, കാശൊക്കെ എവിടെ? എടുക്കാൻ നോക്കൂല്ലേ? ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണോ? അല്ലേ അർലി, എനിക്കിത് വലിയ ബുദ്ധിമുട്ടായിരിക്കുക. അയ്യോ, എന്നാ ഇങ്ങനെ തരും. വേണ്ട വേണ്ട, എല്ലാം തന്നാ മതി, ഞാൻ സൂക്ഷിച്ചോളാം. ഇത് 1-2 എടുത്ത് ചെലവാക്കിയ അടുത്ത കൊല്ലം തിരിച്ചു കൊടുക്കണ്ടേ? അത് അടുത്ത കൊല്ലത്തെ കാര്യമല്ലേ ഉണ്ണി. ഒരു 1 രൂപ ചേഞ്ച് ചെയ്യുന്നേ, ഫോൺ ചെയ്യട്ടെ. ഹലോ, 30658. ഹോൾഡ് ഓൺ പ്ലീസ്. ഹലോ, ബീരല്ലേ? ഗുഡ് മോർണിംഗ്, ഗോപു. അയ്യോ, ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. ഇന്ന് മോർണിംഗ് ഫ്ലൈറ്റ് എത്തിയതേ ഉള്ളു. ബിസിനസ് അല്ലേ, കഴിഞ്ഞ ആഴ്ച എത്തേണ്ട ഷിപ്മെന്റ് ആണ്. എത്ര ഏജന്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നേ. എല്ലാത്തിനും ഞാൻ തന്നെ പോണം. ഓർമ്മിച്ചു വന്ന അതല്ലേ ഓടി എത്തിയത്. പിന്നെ മീരയ്ക്ക് വേണ്ടി ഓർഡർ കൊടുത്തിരുന്ന സാരി നെക്ലസും ഉണ്ടായിരുന്നു. ഇങ്ങോട്ട് വരാനുള്ള അർജൻസിയിൽ ഒന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാ ഒന്ന് കാണുക? വൈകിട്ടോ? ഓ യെസ്. ഇവിടുത്തെ നമ്പറോ? ഞാനിപ്പോ പുറത്തേക്ക് ഇറങ്ങുക, അങ്ങോട്ട് വിളിച്ചോളാം. ഓക്കെ. എക്സ്ക്യൂസ് മീ. യെസ്. മാച്ചസ് പ്ലീസ്. കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. എന്ത്? ഫോണിൽ കൂടി ആ പെണ്ണിനോട് പറഞ്ഞ പുളുവേ, കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. മനസ്സിലായില്ല. മനസ്സിലായി തരാം, ബാ. ഇതാണ് പണമുണ്ടാക്കാനുള്ള എളുപ്പവഴി. 5-ന് 10, 10-ന് 20, ഒറ്റയ്ക്കിരട്ട. അതാണ് നോട്ടിരട്ടിപ്പ്. വിശ്വാസം ഉണ്ടെങ്കിൽ മതി. ഈ നോട്ടൊന്ന് കാണാൻ പറ്റുമോ? അതിനെന്താ, നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്താൽ മതി. നോട്ട് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാശ് കൊടുത്താൽ മതി. ഈ നോട്ടടവെപ്പ്, നോട്ടരട്ടിപ്പ് എന്നൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷേ എന്തോന്ന് പക്ഷേ? നീ കാശ് ഉണ്ണിയെ കാശ് കൊടുക്കാൻ എന്റെ ഇല്ല. അവനൊന്നും തരൂലടാ. എടാ, ഗുരുജിയുടെ കാറിന്റെ സ്റ്റീരിയോ മോട്ടിച്ചതിന് നമുക്ക് കിട്ടിയ ശിക്ഷ എന്താണ്? ഓരോരുത്തർക്കും 10,000 രൂപ വീതം. അതായത് സാക്ഷാൽ ലക്ഷ്മി ദേവി നമ്മളെ കടാക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ സ്ഥിതിക്ക് ഇനി കാശ് വന്നുകൊണ്ടേയിരിക്കും. ഇത്രയും ചെറിയ തുകയ്ക്ക് സാറിന് കൊടുക്കാറില്ല. 50,000 ലക്ഷമൊക്കെയാ. പിന്നെ ജോണിച്ചൻ പറഞ്ഞു തരണം. പിള്ളേരല്ലേ, അവര് നന്നായി പറ്റേ അല്ലേ? എന്റെ കയ്യിൽ 19,000 രൂപയുണ്ട്. രൂപ കൂടുതലുണ്ട്. ഇരിക്കട്ടെ, ജോണിച്ചന്റെ ഫ്രണ്ട് അല്ലേ? അഭിനയ അസ്ഥലായി. നമ്മൾ ഈ കളി കളിക്കുമ്പോഴേ കുറച്ചൊക്കെ തയ്യാറെടുപ്പ് വേണം. തയ്യാറെടുക്കാൻ നിന്നാലേ ഒതുങ്ങി കിട്ടുന്നേരെ കൈവിട്ടു. ആലോചിക്കാൻ സമയം കൊടുക്കരുത്. അവിടെ 200 രൂപ. എളുപ്പത്തിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗം ഇതാണല്ലേ? പോയില്ലേ? 19,000 രൂപ കളഞ്ഞിട്ട് അത്ര എളുപ്പം പോകാൻ പറ്റില്ലല്ലോ. ഞാൻ തന്ന രൂപ എനിക്ക് തിരിച്ചു വേണം. ഓ, തരാലോ. അതിന് പുറത്തു നിന്നാലും എങ്ങനെയാ? അകത്തോട്ട് വാ, നമുക്ക് പറഞ്ഞു തീർക്കാം.
അയ്യോ 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 എന്തിനാ ഗോപു ഈ അത്യാഗ്രഹത്തിന് പോയത്? അയ്യോ നിനക്ക് തല്ലുകൊണ്ടതിലോ നിന്റെ കാശ് പോയതിലോ അല്ല എനിക്ക് വിഷമം. എന്റെ മനസ്സും പോക്കറ്റ് നിറഞ്ഞു കിടന്ന 10,000 രൂപ പോയില്ലേടാ. ആ ഇതങ്ങ് കൂടി ക്ഷതമൊക്കെ ഒന്ന് മാറി കിട്ടട്ടെ. ഉണ്ണിക്കുട്ടാ, തൽക്കാലം നമുക്ക് ഗുരുജി അങ്ങ് മറക്കാം. നിന്റെ ഡെപ്പോസിറ്റ് നീ പൊളിച്ചേ പറ്റൂ. കുടിക്ക. ഏയ്, ഗോപുന്റെ ഡ്രൈവർ അല്ലേ? ഗോപു ഇന്നലെ വരാന്ന് പറഞ്ഞു, കണ്ടില്ല. എന്താ ടൂർ വല്ലതും പോയിരിക്കാണോ? ടൂർ പോയി. എവിടെ പോയി? അടുത്ത് തന്നെയാ. എപ്പ വരും? വന്നു കിടക്കുക. എന്താ അസുഖം വല്ലതാണോ? അസുഖമൊന്നുമല്ല, പക്ഷെ നല്ല സുഖമില്ല. നിങ്ങൾ കാര്യം പറയോ? അല്ല, അവന് ഒരു ആക്സിഡന്റ് പറ്റി, കുറച്ച് മുറിവുകളൊക്കെ ഉണ്ട്. എവിടെ കിടക്കുന്നു? വീട്ടിലാണോ? വീട്ടിലല്ല, പക്ഷെ വീട്. നിങ്ങൾ വണ്ടി കയറും, നമുക്ക് അങ്ങോട്ട് പോവാം. എന്റെ പൊന്നു കൊച്ചേ, ഉള്ള സത്യം ഞാൻ പറയാം. അവൻ ഒരുപാട് പുളു കൊച്ചിനോട് പറഞ്ഞിട്ടുണ്ട്. അവൻ നാക്കെടുത്ത നുണയല്ലാതെ ഇന്ന് വരെ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ആ വണ്ടി ബോട്ടം പറഞ്ഞു വെറുതെ. ചാളി പറയും മുമ്പ് തന്നെ എനിക്കെല്ലാം അറിയാമായിരുന്നു. ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് ഗോപുവിനെ ഇഷ്ടമായി. ഗോപുവിന്റെ കുസൃതിയും. എന്നിട്ടും മീര. സംസാരമൊക്കെ എന്റെ ജോലി. രോഗി സംസാരിച്ചൂടാ. ഗോപു, എനിക്കും ആരുമില്ല. അമ്മ ആരാണെന്നറിയില്ല, അച്ഛനാരാണെന്നറിയില്ല. അച്ഛനും അമ്മയുള്ള കുട്ടികൾ ഊഞ്ഞാലാടുകയും കണ്ണുകെട്ടി കളിക്കുകയും ചെയ്യുമ്പോൾ അനാഥാലയത്തിന്റെ ചുവരുകൾക്കുള്ളിൽ ഞാൻ വീർപ്പുമുട്ടി കഴിയുകയായിരുന്നു. എന്താ എന്റെ ജാതി, ഏതാ എന്റെ മതം എനിക്കറിയില്ല. ഓരോരുത്തരും അവരവർക്കിഷ്ടമുള്ള ദൈവങ്ങളുടെ പേരുകളിട്ട് എന്നെ വിളിച്ചു ശകാരിക്കാൻ. എനിക്കൊരു ദൈവമേ ഉള്ളൂ ഗോപു. അനാഥാലയത്തിൽ നിന്നും സ്നേഹത്തിന്റെ ലോകത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയ എന്റെ മമ്മി, എന്നെ ഇന്നത്തെ മീരയാക്കിയ എന്റെ മമ്മി. എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ള ഒരു വലിയ വീട്ടിൽ ഞാനും എന്നെ പ്രസവിക്കാത്ത എന്റെ മമ്മിയും മാത്രം. ഞാൻ മമ്മിയോടെല്ലാം പറഞ്ഞു. മമ്മി ഗോപുവിനെ കാണണമെന്നും പറഞ്ഞിരിക്കുക. ചാലി ഗോപുവിനോടെല്ലാം പറഞ്ഞു. ഈ ഒരു പരുവത്തിൽ ഇവനെ മമ്മി കാണാതിരിക്കാൻ നല്ലത്. ഇവന്റെ ഈ പാച്ച് വർക്കൊക്കെ ഒന്ന് മാറ്റി ഇവന്റെ പഴയ രൂപത്തിൽ സുന്ദര കുട്ടപ്പനായി ഇവനെ ഞാൻ മമ്മയുടെ മുമ്പിൽ അവതരിപ്പിച്ചോളാം. എന്താ പോരെ? ചായ. He is handsome. I am happy with him, Meera. കുടിക്കാൻ എന്താ വേണ്ടത്? മീര,
bring them something to drink, will you? Yes, Mommy. Mr. Gopu, Meera is a lovely child. അവളൊരു നല്ല കുട്ടിയാണ്. I am sorry. I have to leave her now. എനിക്ക് മടങ്ങിപ്പോകണം. To Australia. I am not coming back. ഗോപു, മീര ലവ് ഉണ്ടല്ലേ? എനിക്ക് മീരയെ ഇഷ്ടമാണ്. That's nice. മീരയെ കല്യാണം കഴിച്ചൊക്കൊള്ളുന്ന ആഗ്രഹമുണ്ട്. ഇനി ആർക്കാണ് കൊടുക്കുന്നത്? ഞാൻ ഇനി ആർക്ക് കൊടുക്കാനാ മോനെ? എനിക്ക് നിങ്ങൾ രണ്ടുപേരും മാത്രം മതി. മീര വിത്ത് ഗോപു സ്റ്റൈൽ. എന്താ വേണ്ടേ? കേറാം. ആ എവിടെയായിരുന്നു നിങ്ങൾ ഇതുവരെ? നല്ല ഫ്രണ്ട്സാ. കല്യാണത്തിന് തന്നെ കണ്ടതല്ലേ? ഗോപുവിനും മീരയ്ക്കും ഞങ്ങളൊരു ബുദ്ധിമുട്ടാവരുതല്ലോ. പിന്നെ എന്തോന്ന് ബുദ്ധിമുട്ട്? വരും, അകത്തേക്ക് ഇരിക്കാം. അല്ല മീരെ, ഗോപു എഴുന്നേറ്റില്ലേ? ഗോപേട്ടൻ രാവിലെ പോയല്ലോ. എവിടെ? ഹോട്ടലിലേക്ക്. അല്ല, അപ്പോ ഗോപു ഹോട്ടലിലാണോ താമസം? അയ്യോ അല്ല, മമ്മിയുടെ ഹോട്ടലാ അത്.
ഇനിയിപ്പോ ഗോപേട്ടമ്മന്റെ എല്ലാം നോക്കാൻ ഇന്ന് ചാർജ് എടുക്കുക. ഓഹോ ഓഹോ. ഹലോ, എങ്ങോട്ടാ? ഗോപുവിനെ ഒന്ന് കാണണേ. ഗോപു. അങ്ങനെ ആളിവിടെ ഇല്ലല്ലോ. അല്ല, ഹോട്ടൽ സീലാൻഡ് ഇത് തന്നെയല്ലേ? ആ, ഹോട്ടൽ സീലാൻഡ് തന്നെയാ. ഇതിന്റെ ഉടമസ്ഥൻ ഗോപു. ഓ, ഗോപകുമാർ സാർ. അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടോ? ഇന്ന ദിവസം കാണാമെന്ന് മുൻകൂട്ടി അനുവാദം വാങ്ങിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം. ഗോവിനെ കാണാനേ ഞങ്ങൾക്ക് പ്രത്യേക അനുവാദമൊന്നും വേണ്ട അല്ലേ? അതെ. നിങ്ങളാരാ? സാറിന്റെ അളിയന്മാരാ? ആളിയന്മാരാണോന്ന് ചോദിച്ചാൽ ആളിയന്മാരല്ല, എന്നാ ആളിയന്മാരാണ് താനും അല്ലേ? യോ ഡാ. ഗോപു വാ, വാ. ഒന്ന് കയറുന്നേ. ഇത് കൊള്ളാടോ ഗോപു. നീ അന്നൊരിക്കൽ പറഞ്ഞ പോലെ ലക്ഷ്മി ദേവി നമ്മളെ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുക. ഞാൻ കുറച്ച് ദിവസത്തെ ടൂറിലായിരുന്നു. ഇന്ന് വന്നേ ഉള്ളൂ. ഞങ്ങൾ വീട്ടിൽ പോയിരുന്നു, മീരയെ കണ്ടു. അപ്പോഴാ നീ ഇങ്ങോട്ട് പോന്നു പറഞ്ഞത്. നിങ്ങളെന്തിനാ വീട്ടിൽ പോയത്? നേരെ ഇങ്ങോട്ട് വന്നപ്പോഴായിരുന്നു. ഇത് മീരയുടെ ഹോട്ടലല്ലേ? അപ്പോ എന്താ നിങ്ങളുടെ പരിപാടി? ഞങ്ങൾക്ക് എന്ത് പരിപാടി? നീ പോയാ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കും, വെറുതെ റോഡിൽ കൂടെ നടക്കും. ഞങ്ങളാ മുറി വിട്ട് കേട്ടോ. 1-2 എടുത്ത് കയ്യിലുള്ള കാശും തീരാറായി. നീ പോയാ പിന്നെ പഴയ തൊഴിലിൽ നിർത്തി. ഇവനല്ലേ കമ്പനി. ഉള്ളത് പറഞ്ഞ നിന്നെ കണ്ട എന്തെങ്കിലും ഒരു വഴി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചാ വന്നത്. നീ ഇവിടെ എന്തെങ്കിലും ഒരു പണി ഒപ്പിച്ചേരണം. എത്ര നാളെന്ന് കരുതിയാ ചുമ്മാ കുത്തിയിരിക്കുന്ന? പണിയെന്ന് പറഞ്ഞാലിപ്പോ ഹോട്ടലിൽ എന്ത് പണിയാ നിനക്ക് പറ്റിയത്? അങ്ങനെയൊന്നുമില്ല, എന്ത് പണിയാലും മതി. മാനേജറല്ലേ? ഒന്നാമത്തേക്ക് വരൂ. ഗോപേട്ടൻ ചെയ്തത് ശരിയായെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിലെന്താ അത്ര തെറ്റ്? അതല്ല ഗോപേട്ട, എത്രയായാലും ഗോപേട്ടന്റെ ഫ്രണ്ട്സ് അല്ലേ ചാളി ഉണ്ണിയും. അവർക്ക് കുറച്ചുകൂടെ ഭേദപ്പെട്ട ജോലി കൊടുക്കാമായിരുന്നില്ലേ? ജോലിക്ക് അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നുമില്ല. അവരുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഇതൊക്കെ തന്നെ ചെയ്തേനെ. അവൻ പഴയ ഗോപു അല്ല ഉണ്ണി. നിന്റെ സ്ഥാനത്ത് അവനായിരുന്നെങ്കിൽ ഈ സപ്ലൈയുടെ ജോലി ചെയ്യുമായിരുന്നു. ഏയ്, അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല ചാർലി. എന്ത് ജോലി ചെയ്താലും വേണ്ടില്ല, എത്രയും വേഗം എനിക്ക് എന്റെ പെങ്ങളെ കെട്ടിച്ചയക്കണം. ഉണ്ണി, എന്റെ ശമ്പളത്തിന്റെ പകുതി ഞാൻ മാറ്റിവെക്കാം, നീ മാറ്റിവെക്കണം. അതൊരു നല്ല തുകയാവുമ്പോ നീ നാട്ടിൽ പോയി പെങ്ങളെ കെട്ടിച്ചയക്കണം. എന്താ? നിന്റെ പെങ്ങള് എന്റെ പെങ്ങളല്ലേ ഉണ്ണി? ഉണ്ണി, നമ്മൾ തമ്മിലെങ്കിലും ഒരകൽച്ച ഉണ്ടാവരുത്. ചാർലി, നീ പോയി കിടന്നു. രാവിലെ എഴുന്നേക്കേണ്ടതല്ലേ? സൂപ്പർവൈസർക്ക് താഴെയാ പാവരിച്ചിരിക്കുന്നത്. നിയമങ്ങളും തെറ്റിക്കണ്ട. ഗുഡ് നൈറ്റ്. മമ്മി പോയല്ലേ? ഓ, ഓർമ്മയുണ്ട്. ഞാൻ വിചാരിച്ചു മറന്നുപോയിരിക്കുമെന്ന്. നിന്റെ ഈ സംസാരത്തിന്റെ രീതി അത്ര ശരിയല്ല. എന്റെ സംസാരം തെറ്റിയത്. മമ്മി എത്രമാത്രം വിഷമിച്ചെന്നറിയാമോ? എനിക്ക് വരാൻ പറ്റുന്നൊരു ചുറ്റുപാടായിരുന്നില്ല. എന്ത് ചുറ്റുപാട്? നമുക്ക് ചുറ്റുപാട് ഉണ്ടാക്കി തന്ന മമ്മിയല്ലേ. മമ്മി യാത്രയ്ക്കാൻ എയർപോർട്ടിൽ വരാതിരുന്നത് ശരിയായില്ല ഗോപേട്ട. മമ്മിയൊന്നും പറഞ്ഞില്ലെങ്കിലും ഗോപേട്ടൻ വരാതിരുന്നതിൽ മമ്മിക്ക് വിഷമമുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയെങ്കിലും ഗോപേട്ടനൊന്ന് വരാമായിരുന്നു. ഗോപേട്ടനെല്ലാം അറിയാലോ. എനിക്ക് വരാൻ പറ്റിയില്ല. തീർന്നല്ലോ. പറ്റുകയല്ല സ്വാമി. വെളുപ്പിന് 6 മുതൽ പാതിരാത്രി വരെ സപ്ലൈ ചെയ്തിട്ട് ഒന്ന് നടുവർത്താൻ കിടക്കുമ്പോഴാ വിറകിറക്കണം പോലും. പറ്റുകയല്ല. മദാമയുടെ ചോറ് പള്ളേ കുത്തി തുടങ്ങി അല്ലടാ?
മിണ്ടായിരിക്കണം സ്വാമി. മോശാരത്തിനൊന്നുമല്ലല്ലോ, നല്ലോണം അധ്വാനിച്ചിട്ട് തന്നെ. മര്യാദക്ക് വിറക് ഇറക്കുന്നുണ്ടോ ഇല്ലയോ? അല്ല സ്വാമി, വിറക് നാളെ ഇറക്കിയാലും പോരെ? ഒരാഴ്ചത്തേക്കുള്ള വിറക് കീറിയിട്ടിട്ടുണ്ടല്ലോ. വിറക് ഇറക്കിയോ കീറിയോ എന്നൊക്കെ അന്വേഷിക്കാനാ മാനേജറായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തീരുമാനിച്ചോ? പാതിരാത്രി വരെ ജോലി ചെയ്തിട്ടേ പിന്നെയും വിറകിറക്കണം എന്ന് പറയുന്നത് ശരിയായ തീരുമാനമാണോ? ഓ, അപ്പൊ നിയമാവലികളും ഒക്കെ ആയിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ, ആണെന്ന് വെച്ചോ. ഞാനേ ഗോപിനോട് നാളെ സംസാരിച്ചോളാം, സ്വാമിയുടെ പാട്ടിന് പോയിട്ട്.